ഒലിച്ചുപോയി. കേരളത്തെ നടുക്കി വയനാട്ടിൽ ഉരുൾപൊട്ടൽ. ഇതുവരെ കണ്ടെടുത്തത് 100-ലേറെ മൃതദേഹങ്ങൾ. ഒട്ടേറെ പേർ ഇപ്പോഴും മണ്ണിലടിയിലാണ്. ഉറ്റവരെ തിരയുന്നവരുടെ കരളലിയിക്കുന്ന ദൃശ്യങ്ങളാണ് എവിടെയും കാണുന്നത്. കേട്ടു നിൽക്കാൻ കഴിയാത്ത അനുഭവങ്ങളും കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചകളുമാണ് വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നത്. 100-ൽ-അധികം പേരുടെ ജീവനെടുത്ത ദുരന്തത്തിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സകളിലായി കഴിയുന്നത് നിരവധി പേരാണ്. ഉറ്റവരെ കാണാതെ വിങ്ങിപ്പൊട്ടുന്ന മനുഷ്യരെയാണ് ആശുപത്രികളിൽ കാണാൻ കഴിയുക. 50-ലേറെ വീടുകൾ, നിരവധി വാഹനങ്ങൾ എന്നിവ ഉരുൾപൊട്ടലിൽ തകർന്ന് ഒലിച്ചുപോയിരിക്കുന്നു. ആശുപത്രിയിൽ നിരത്തിക്കിടത്തിയിരിക്കുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് പൊട്ടിക്കരയുന്ന ചിലർ, കാണാതായ പ്രിയപ്പെട്ടവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് തിരയുന്ന മറ്റു ചിലർ. ദുരിത കാഴ്ചകളാണ് വയനാട്ടിലെ ദുരന്തഭൂമിയിലും ആശുപത്രിയിലും ഒട്ടാകെ. മുണ്ടക്കയിൽ നിന്ന് ആരും ആശുപത്രിയിൽ എത്തിയിട്ടില്ല എന്ന് പറയുന്നു ചിലർ. മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ള ചിലർ ചാലിയാറിലേക്ക് ഒലിച്ചു പോയിട്ടുണ്ട്. ആരൊക്കെയുണ്ട്, ആരൊക്കെ പോയി എന്നൊന്നും യാതൊരു വിവരവുമില്ല എന്ന് പറയുകയാണ് പ്രദേശവാസികൾ. ചാലിയാറിൽ നിന്ന് മാത്രം കണ്ടെടുത്തത് എത്രയോ മൃതദേഹങ്ങളാണ്. മുണ്ടക്കൈ ഇപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിൽ തുടരുകയാണ്. ഒരു പ്രദേശമാകെ ഇവിടെ ഒലിച്ചു പോയിരിക്കുന്നു. രാത്രി 1 മണിക്ക് ശേഷം ഏവരും ഉറങ്ങിക്കിടക്കവേ കുത്തിയൊലിച്ചെത്തിയ ദുരന്തം. 250ഓളം പേർ ഇപ്പോഴും മണ്ണിലടിയിൽ. ഈ പ്രകൃതി ദുരന്തത്തിൽ അനേകം പേർക്ക് ജീവഹാനി ഉണ്ടായതിലും വസ്തുവകകൾക്ക് നാശനഷ്ടം സംഭവിച്ചതിലും സർക്കാർ അതീവ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ചോദ്യം, മുമ്പെങ്ങുമില്ലാത്ത വിധം ഇത്രയും പ്രകൃതി ദുരന്തങ്ങൾ വരാൻ കാരണക്കാർ ആരാണ്? ചിന്തിച്ചിട്ടുണ്ടോ? അതും നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ തന്നെ. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വനമേഖലയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൃക്ഷങ്ങളും ജൈവ വൈവിധ്യങ്ങളും വെട്ടി നശിപ്പിച്ചുകൊണ്ട് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു, സ്ഥലങ്ങൾ കയ്യേറുന്നു, കുന്നുകൾ ഇടിച്ചു നിരത്തുന്നു. ആവാസ വ്യവസ്ഥയുടെ പ്രധാന ഭാഗമായ തോടുകളും ഉറവകളും കുളങ്ങളും പാടങ്ങളും എല്ലാം നികത്തി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. വനം വെട്ടി നശിപ്പിക്കുന്നു, പാറകൾ പൊട്ടിക്കുന്നു, ആവാസ വ്യവസ്ഥയെ പാടെ തകർക്കുന്നു. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു നാടിനെ ആകെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള അപകടങ്ങൾ വരുത്തി വെക്കുന്നു. നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ഓരോ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശത്തെയാണ് ഇങ്ങനെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ മുമ്പെങ്ങുമില്ലാത്ത വിധം ആനകളും വന്യമൃഗങ്ങളും എല്ലാം നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്ന വാർത്തകൾ കേൾക്കും. തിരുവനന്തപുരം പോലുള്ള വലിയ നഗരത്തിൽ വരെ കാട്ടിൽ നിന്നും ആന ഇറങ്ങിയ വാർത്ത കേട്ടു. ഇറങ്ങും. അവസാനം നാടേത് കാടേത് എന്നറിയാൻ കഴിയാത്ത അവസ്ഥയിലാകും. വെള്ളപ്പൊക്കങ്ങൾക്ക് ദിനം പ്രതി നാം സാക്ഷിയാകും. ഉരുളുകൾ പൊട്ടും, നാടും നഗരവും ഇല്ലാതാകും. ഇതിനൊക്കെ കാരണക്കാരാകുന്നവർ ശരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മൗനസമ്മതവും അനുമതിയും നൽകുന്ന അധികാരികൾ തന്നെയല്ലേ? ഇതിന്റെയൊക്കെ അനന്തരഫലമാണ് നാം ഇപ്പോൾ സാക്ഷിയാകേണ്ടി വരുന്ന ഈ വയനാട് ദുരന്തത്തിനും പിന്നിൽ. അവർക്ക് ഇക്കഴിഞ്ഞ രാത്രി സമ്മാനിച്ചത് ഭീകരത നിറഞ്ഞ നിമിഷങ്ങളാണ്. കൂടപ്പിറപ്പുകൾ എവിടെയാണെന്ന് പോലും അറിയാതെ ആശുപത്രി കിടക്കയിൽ. ഇതിനൊപ്പം ഉറ്റവരെ കാണാതെ ആശുപത്രി മുറ്റത്തിരുന്ന് വിലപിക്കുന്നവരുടെ ദൃശ്യങ്ങൾ. എല്ലാം നൊമ്പര കാഴ്ചകൾ. ചൂരൽമല ഭാഗത്തെ ഒന്നാകെ പിഴുതെറിഞ്ഞ ഉരുൾപൊട്ടൽ. ഉത്തരവാദികൾ ആരാണ്? ആര് ഉത്തരം പറയും ഇതിനെല്ലാം?